കപ്പ, പുട്ട്, പൊറോട്ട അങ്ങനെയുള്ള എല്ലാത്തിനെയും കൂടെ കൂട്ടി കഴിക്കാൻ പറ്റും. നല്ല എരിവുള്ള നല്ല ചുവന്ന ചാറോടുകൂടി ഒരു മീൻകറി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിക്കകത്തോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഞാൻ ഒരു 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ ചട്ടിക്കകത്തോട്ട് കടുകും ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂക്കുമ്പോഴത്തേക്കും ഒരു 10 അല്ലി ചെറിയുള്ളി, അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് അതിനെ വഴറ്റിയെടുക്കുകയാണ്. മൂത്തങ്ങോട്ട് എത്തുന്നില്ല കേട്ടോ. ഒരു എന്താ പറയുക, ഒരു 75% അത്ര എത്തുന്നുള്ളൂ. കാരണം ഇഞ്ചി ഇതെല്ലാം മീൻ വേകുന്ന കൂട്ടത്തിൽ ഇതും വെന്തോളും അതിൻ്റെ അകത്ത് കിടന്ന്. ഇനി അതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ അകത്തോട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് പുളിയുടെ വെള്ളം കേട്ടോ. പുളി നേരത്തെ ചൂടുവെള്ളത്തിൻ്റെ അകത്ത് ഇട്ട് വെച്ചതാണ്. ഒരു 4 പുളിയും കൂടി ഇട്ടിട്ട്, കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ഒഴിച്ച് പാകത്തിനുള്ള മീൻ വേകാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് അതിനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട്. അത് തിള വരുമ്പോഴത്തേക്കും നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. പിന്നെ മീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അധികം ഇളക്കാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. ഇനി ആ മീനിനെ തിളച്ച അരപ്പിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം കേട്ടോ. ഇനി അതിന് ശേഷം മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി ഒന്ന് നന്നായിട്ട് തിളകേറി വരുമ്പോഴത്തേക്കും ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ അത്രയും വരെ മതി. അപ്പോഴത്തേക്കും മീൻ നന്നായിട്ട് കുക്കാവും. കുക്കായിട്ട് ചാറൊക്കെ പറ്റിക്കേണ്ടവർക്ക് നന്നായിട്ട് പറ്റിക്കാം. ഇപ്പം ഞാൻ എൻ്റെ കപ്പയ്ക്ക് കൂട്ടിയെടുക്കുന്നത് കൊണ്ട് അത്യാവശ്യം ഒരു കുറഞ്ഞ രീതിയിലൊരു ചാറൊക്കെ വേണം. നല്ല ഉപ്പും പുളിയും എല്ലാം പിടിച്ച നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മീൻ കറിയാണ്. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കണം. പിന്നെ ചിലർ നമുക്ക് കുടംപുളി തിളപ്പിച്ചിട്ടും വെള്ളം ഒഴിക്കാം. അപ്പോഴും നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ തലേദിവസമൊക്കെ വെച്ചൊരു മീൻ കറിയുടെ ഫീല് കിട്ടും. അങ്ങനെ കുടംപുളി ഉപ്പും കൂടിയിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ ഒരു ദിവസം വെക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഇത് നല്ല ടേസ്റ്റുള്ളൊരു മീൻ കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക് യു.